ഇന്ന് വൈശാഖമാസം 3-ാം തീയതി വൈശാഖ മഹാത്മ്യം 3-ാമത്തെ അധ്യായം പാരായണം ചെയ്തിട്ട് സമ്പൂർണ്ണ നാരായണീയ പാരായണം ആരംഭിക്കുന്നതായിരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. വൈശാഖ മഹാത്മ്യം ധ്യാന ശ്ലോകം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 3-ാമത്തെ അധ്യായം. അത തൃതീയോധ്യായഃ. ദീനനാം ഭൂദേവനു പര്യങ്കദാനം ചെയ്താൽ ആനന്ദം വരുമവനഖില പാപം നീങ്ങി സുഖിതൻ യോഗിമാക്കും സുഹൃദം ലഭീയാതോ അഖണ്ഡ പദവി സിദ്ധിക്കും അവനെടോ. കെടുത്തൊടുതായിടും വെയിൽ കൊണ്ടുള്ള ദിനം കൊണ്ടും നടന്ന പാപം കൊണ്ടും തളർന്ന ഭൂദേവന് ദുഃഖങ്ങളെല്ലാം തീർത്തു പര്യന്തിയെ ചേർത്താലവൻ ദുഃഖ മജ്ജര ജന്മ മൃത്യുക്കൾ മറഞ്ഞുപോകും. മാധവ മാസം തന്നിൽ ഈ വണ്ണം ചെയ്തിടുക. മാധവ പ്രിയൻ വിജയനെന്നുള്ളിൽ ഭക്തി പൂണ്ടു. ജ്ഞാനിയാകിലും പുനരജ്ഞാനി എന്നാകിലും മൂലമാം ജന്മഭാവം കർപ്പൂരമിവാഗ്നിന സ്പർശനം ശയനവും കൂടവേ എന്നാകിലോ വംശശുദ്ധിയും വരും ഇല്ല സംശയമേതും. കേശവപ്രിയ കുലജാതനാം ഭൂദേവനും വൈശാഖമാസം തന്നിൽ കിടക്ക കൊടുത്താകി തൻകുല ജനത്തോടും സർവഭോഗങ്ങളോടും മുഖ്യനായി ചിരകാലം ജ്ഞാനിയായിരുന്നവൻ മരിച്ചാലവൻ പിന്നെ ധാർമ്മികനായി തന്നെ ജനിച്ചിടുന്നു ശതപുരുഷ ജന്മം സഖേ. സകല ഭോഗങ്ങളും അന്നു ലഭിച്ചവൻ സകല പാപങ്ങളും അന്നു കളഞ്ഞുടൻ. നിർമ്മലാത്മാവായി അന്ത്യമാം ജന്മത്തിങ്കൽ തന്നെ സിദ്ധിക്കുമറിഞ്ഞാലും ശ്രോതിയേനുപദാനൻ ദാനത്താൽ സപ്തജന്മം ബുദ്ധിപാലനായി സർവഭൗമത്വം സിദ്ധിച്ചുടൻ. ജന്മങ്ങൾ തോറും സർവഭോഗങ്ങൾ ഭുജിച്ചവൻ ജന്മനിത്യാനം ലഭിച്ചിടുന്നു ജന്മാന്തരെ. ശില്പമാം പുൽപ്പായ വിപ്രന്മാർക്കു ദാനം ചെയ്താൽ അല്പമല്ലവനുടെ സൽഫലം നിരൂപിച്ചാൽ കെൽപ്പേറും ജലം തന്നിൽ ചൂർണങ്ങൾ അകപ്പെട്ടാൽ വിൽപ്പാടു നിൽക്കുമാറില്ലെന്നതുപോലെ തന്നെ. സംസാര ദുഃഖങ്ങളും അവങ്കൽ നിന്നിടാതെ സംസാരിയുടെ പാതി ലയിക്കും ദാതാവിടോ. മാധവ മാസേ നല്ല കമ്പള ദാനം ചെയ്താൽ മാധവ പ്രസാദത്താൽ സിദ്ധിക്കും ഫലം കേൾവി. അപമൃത്യുവും കാലമൃത്യുവും നീങ്ങിപ്പിന്നെ അഭയം ബഹുകാലം ജീവിച്ചിരുന്നു പുമാൻ. വസ്ത്രദാനം കൊണ്ടല്ലോ പൂർണ്ണായുസ്സറിഞ്ഞാലും ചിത്രമോക്കെടോ ഗതി സിദ്ധിക്കും തൽക്കാൽ. യാതൊരു പുമാൻ പിന്നെ കർപ്പൂരം ദാനം ചെയ്താൽ ചേതസി സുഖം ഭൂയോ മോക്ഷവും സിദ്ധിച്ചിടും. സാർവഭൗമനായിടും കുങ്കുമദാനം കൊണ്ടും സർവലോകവും വശമായി വരും അവനിടും. പുത്രപൗത്രാദി ഭോഗമെന്നിവ ഭുജിച്ചവൻ വൃത്തിപാലക മോക്ഷം സിദ്ധിക്കുമെന്നു നൂനം. ചന്ദനദാനം പാപത്രയത്തെ ഹരിച്ചിടും പിന്നെ മോക്ഷവും വരും അറിക മഹാത്മാവേ. ചെമ്പകോശീരഗന്ധ ശീതളം ചേർത്ത ജലം അമ്പോടു ദാനം ചെയ്താൽ ദേവകൾ സഹായവാൻ. ദുഃഖഹാനിയും പാപഹാനിയും സിദ്ധിച്ചിടും മുഖ്യ വൈശാഖ മാസേ ചെയ്താലെന്നറിയുകനി. മൃഗനാവിയും ഓരോ ജനവും ദാനം ചെയ്താൽ വിഗത ഖേദം വരാ നിര്യാണം ഭവിച്ചിടും. ഭോഗികാജാതി ചാരുയുവന്തി ദാനം ചെയ്താൽ നാഗലോകാനാം സാർവഭൗമത്വം സിദ്ധിച്ചിടും.
കേതകി മല്ലികാദി എന്നിവ ദാനം ചെയ്താൽ ഗേഹങ്ങൾ അകന്നു വാണിടാമെന്നറിഞ്ഞാലും സുഗന്ധമുള്ളതെല്ലാം കൊടുത്താലവനുള്ളിൽ സുഖമാർന്നിരുന്നിടുമോ ഇല്ല സംശയമേതും. നാളികേരത്തിൻ ഫലം മാധവേ ദാനം ചെയ്താൽ കേളടോ മഹാത്മാവി തൽഫലം ചൊല്ലിയിടുവൻ. സപ്തജന്മങ്ങൾ വിദ്യാപാലകനായി ധന യുക്തനായി പിറന്നവൻ വിഷ്ണു സായുജ്യം. പിന്നെ ഭക്തി വിപ്രാലയെ മണ്ഡപം നിർമ്മിച്ചാതിൽ ശക്തനല്ല അഹമതിൽ പുണ്യവൈഭവം ചൊല്ലാൻ. നിർമ്മലമായ മണൽ നിഴലിലിരിപ്പാനായി നിർമ്മിച്ചാൽ അവൻ ലോകാധിപനായി ഭവിച്ചിടും. 7 സന്തതിയല്ലോ മനുഷ്യോത്തമമിവ 7 ചൊല്ലുവൻ നൃപ കേട്ടാലും വെളിഞ്ഞി. മാർഗേ മണ്ഡപം കുളം പൂവമുദ്യാനം നല്ല സൽഗൃഹ കരേണവും നന്ദനം തണ്ണീർ പന്തൽ. നൂനമീ സന്താനത്തിലൊന്നുമില്ലെന്നാകിലോ മാനുഷനോദപ്രാപ്തിയില്ലെന്നു തീർത്തു ചൊല്ലാം. ഇനിയോരുവിധമേഴു സന്തതി മാർഗം മനുജാതിക കേട്ടു മനസ്സിലരിക്കനി. സച്ഛാസ്ത്ര ശ്രവണവും തീർത്ഥയാത്രയും പിന്നെ സജ്ജന സംഘം ജലദാനവും അന്നദാനം. അശ്വത്ഥജാലം മാർഗേ നിർമ്മിക്കയതും പിന്നെ വിശ്രുതക്കിനെ കേൾക്ക നല്ല പുത്രോത്പാദനം. ഇച്ചൊന്ന പുണ്യോത്കരമൊന്നുമേ ചെയ്യാതൊരു കശ്മലനായ നരൻ ജന്തുക്കൾക്കൊപ്പുമോർത്താൽ എന്നതു കൊണ്ടു വിഷപുഷ്ടാദി ദുഃഖം ഒന്നുമേ ജനങ്ങൾക്കു വന്നുകൂടാതെ വണ്ണം. ശ്രമിക്കുന്നവരുടെ പുണ്യവൈഭവം ചൊല്ലാൻ ഭൂമിക്കും നാവു പോരാനന്ദനാരദം. പക്ഷിപന്നക മൃഗ പശുമക്ഷികയാതോ വൃക്ഷാദി ജന്തു ഭൂതലോകാപ്തി സൗഖ്യം പുണ്യവർദ്ധനകരം സന്താനമിവയെല്ലാം പണ്ഡിത ശ്രേഷ്ഠ നരന്മാർക്കൊഴിഞ്ഞെഴുതാമോ. സാമോദം തുണി പല കർപ്പൂര ചൂർണത്തോടും താമ്പൂലം ദാനം ചെയ്താൽ പാപങ്ങളെല്ലാം നീങ്ങി. കീർത്തിയും ധനം ധൈര്യം വർദ്ധിക്കുമവനിടു രോഗകരം സ്വർഗപ്രാപ്തിയും പിന്നെ. മാധവേ തക്രദാനം പാപനാശനം പിന്നെ ഭൂതലേ വിദ്യാധന യുക്തനായി ജനിച്ചിടും. ശുണ്ഠിജംബീരരസയുക്തമാം തക്രദാനം പിണ്ടതീർനാശോ മോക്ഷം സിദ്ധിപ്പിച്ചിടുമല്ലോ. പ്രതിദാനത്തിൻ ഫലമധികമിന്നെ വേണ്ടു മധുസൂദന പ്രിയ മാസത്തിലധികനി. അധികം വെളുത്തോരു തണ്ടുലം ദാനം ചെയ്താൽ അധികമായുണ്ടാം അവനെന്നറികനി. അശ്വമേധത്തിനൊക്കും നെയ്ദാനം ചെയ്യുന്നവൻ വിശ്വനായക പാർശ്വി സുഖിച്ചു വസിച്ചിടും. വെള്ളരി ഫലകണ്ഠം ഗുണവും ചേർത്തു നന്നായി തള്ളി വന്നിടും ദാഹം കൊടുപ്പാൻ കൊടുത്താലിൽ. ചൊല്ലുള്ള ശ്വേതദീപി ഉള്ളിലുള്ള അഴൽ തീർന്നു സുഖിച്ചു കൊള്ളാം ചിരം. ആനന്ദകരമിച്ചു ദാനം ചെയ്തിരുന്നാകിൽ പാനകദാനം ചെയ്താൽ സർവപാപവും നീങ്ങും. മാധവ സ്വാമിയുടെ പാദപങ്കജം ചേരും മാധവ മാസേ ഫലം പക്ഷപാതകം വിനാ. ദീനരാം വിപ്രന്മാർക്കു ദാനം ചെയ്തിടുന്നാകിൽ പിതൃക്കൾക്കു പീയൂഷദാനമാകും. പുണ്യവാൻ മേഷമാസേ കൃഷ്ണമാവീവിനെ പൂർണ്ണപാനക കുംഭ കൈക്കൊണ്ടു ഭക്തിയോടെ നിർണയം പിതൃക്കൾക്കെന്നുറച്ചു വിപ്രന്മാർക്കു പണ്ഡിതോത്തമാദാനം ദണ്ഡമെന്നിയെ ചെയ്താൽ 90 പരമാനുമൂർത്തിയുള്ള പുണ്യങ്ങൾ സിദ്ധിച്ചിടും അപുമാനിടൂ സഖി. വൈശാഖമാഹത്മ്യത്തിലധ്യായം 3 ചൊല്ലി കേശവപ്രസാദത്താൽ ഇനിയും ചൊല്ലാൻ കഴിഞ്ഞി. ഓം തത്സത്. ഇത് വൈശാഖമഹാത്മ്യേ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് ഭഗവാന്റെ തിരുനാളായ രോഹിണി നാളിൽ എല്ലായ്പ്പോഴും പാരായണം ചെയ്യുന്ന സമ്പൂർണ്ണ നാരായണീയം ആരംഭിക്കുകയാണ്. ഇത് മാധവമാസം, ഭഗവാന്റെ മാസമാണ്. ഈ മാസം എല്ലാ പാരായണവും അതീവ ഗുണം ചെയ്യും. ഇതിൽ ശ്രീമൻ നാരായണ സമ്പൂർണ്ണ പാരായണം
ചെയ്യുന്നത് അത്യുത്തമമാണ്. പങ്കെടുക്കാനാവുന്നവർക്കെല്ലാം വന്ന് പാരായണം ചെയ്യാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കർപ്പൂരം കത്തിച്ചിട്ട് തുടങ്ങല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. നാരായണീയ ധ്യാന ശ്ലോകം. മോക്ഷാബ്ദി സാരമയ ഭാഗവതാക്യമജ്ഞോ നാരായണീയനവനീതം അഹോ ഗൃഹീത്വാ മായാമയോഗ പരിതപ്തജനായ യോധാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തങ്കിച്ച് എല്ലാവരും ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഓം തത്സത്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിത